എസ് വി അരുളനാണ്. രാവിലെ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടി കാണുകയാണ്. അറിയാമല്ലോ, അതിൽ വി ഡി സതീശൻ ഫാൻസ് അസോസിയേഷൻ്റെ മഹിളാ ഘടകം നമ്മളെ സ്മൃതി പരുത്തിക്കാട് ഒരു ഉളുപ്പും ഇല്ലാതിരുന്നിട്ട് പറയുന്നൊരു വാചകം കേട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമെന്നാണ്. കാര്യം വാക്ക് അതറിയല്ലോ, നമുക്ക് വാക്കാണ് പ്രധാനമെന്ന് തട്ടിവിട്ടിട്ട് വാക്ക് കേട്ടവരെല്ലാം ആമ്പലും കഞ്ഞിയായിട്ട് ഇരിക്കുന്ന അവസ്ഥ. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, ഏതൊരു വിഷയത്തിലും അദ്ദേഹം മറുപടി പറയത്രേ ക്ലാരിറ്റിയോടുകൂടി. ഇത് കേട്ടേ നമുക്കൊന്ന് പൊളിക്കാറുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പല ഘട്ടങ്ങളായി പറഞ്ഞതുപോലെ തിരുത്താൻ ഒരു മടിയുമില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയായി ഞാൻ കാണുകയാണ്. തിരുത്താൻ ഒരു മടിയില്ല, തിരുത്തലിലേക്ക് ഞങ്ങൾ വരും, നിങ്ങൾ തിരുത്തൂ, നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങൾ തിരുത്തുമെന്ന് പറയുക. അപ്പോൾ അത് പറയേണ്ടി വരും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പല വിഷയങ്ങളും, പല പ്രധാനപ്പെട്ട വിഷയങ്ങളും അദ്ദേഹം ഇപ്പോൾ എല്ലാ ബുധനാഴ്ചകളിലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ക്യാബിനറ്റ് യോഗ തീരുമാനം വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ ചോദ്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഇത് വളരെയധികം ക്ലാരിറ്റി വേണ്ട ചോദ്യങ്ങളാണ്. കേട്ടല്ലോ, ഏത് വിഷയത്തിലും പത്രസമ്മേളനങ്ങളിൽ വന്ന ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയും. ഈ ക്ലാരിറ്റിയോടുകൂടിയുള്ള മറുപടി എന്തെന്നാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ആൾക്കാരുടെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ സ്വയം അപഹാസ്യരായിട്ടൊക്കെ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് ഈ നാട്ടിലെ മനുഷ്യരെയൊക്കെ ഈ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾ അത് കേട്ടതാണ്. ഇനി നിങ്ങളൊരു ദൃശ്യം കാട്ടിത്തരാം. ഇക്കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സതീശൻ ചോദ്യങ്ങളോട് എങ്ങനെയാണ് ഏത് ചോദ്യം ചോദിച്ചാലും ക്ലാരിറ്റിയോടുകൂടി ഉത്തരം പറയുന്നത്. അത് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അറബിക്കടലിൽ വലിച്ചെറിയുമെന്നൊക്കെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നിങ്ങളൊന്ന് കണ്ടേ. ആര് ചോദിക്കണമെന്നൊരു ധാരണയത് ചോദിച്ചവരെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിന്റെ ഒരു ഇതാണ്. നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് വെയിറ്റ് ഞാൻ സംസാരിക്കുക. അങ്ങ് സംസാരിക്കാൻ പാടില്ല. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പാടില്ല. നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ, ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കുന്നു? എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നത് അല്ല. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്. ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ. ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ. ഞാൻ പറയാനാ ചോദിക്കുന്നേ. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കണ്ടല്ലോ, ഇതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിൽ എന്നോട് ചോദ്യമൊന്നുമില്ല. നിങ്ങൾ പറയേണ്ട ആ സൈഡിലുള്ളവർ നിങ്ങൾ പറ. അതായത് ഞാൻ കുറച്ച് ആൾക്കാർ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ പറയുന്നതിന് ക്ലാരിറ്റിയുള്ള മറുപടി. കാര്യം അവരെ നേരത്തെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൊടുത്തിരുത്തിയിരിക്കുകയാണല്ലോ. എന്നിട്ട് ആ മറുപടി പറഞ്ഞിട്ട് അതിനെ ക്ലാരിറ്റി എന്നൊക്കെ ആഘോഷിക്കുകയും നാട്ടുകാരുടെ മുന്നിൽ ഉളുപ്പില്ലാതെ, അതായത് ഇപ്പൊ തന്നെ എന്ന് ആലോചിക്കുകയാണ്. മോഡിഫിക്കേഷൻ വിഷയത്തിൽ, PM ശ്രീ വിഷയത്തിൽ, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ, സകലതിലും ഉടായിപ്പിറക്കിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഏതൊരു വ്യക്തി എങ്ങനെയാണ് വാക്കുകൊണ്ടല്ലോ പ്രവൃത്തി കൊണ്ടല്ലേ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് നാട്ടുകാർക്ക്, കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക് തന്നെ ഒരാളോട് താല്പര്യം കുറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പരസ്യമായി അതിനെതിരെ പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് ഉളുപ്പില്ലാതെ ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് കയറി എന്ന് പറയുന്നത്. ആ പറയുന്ന സന്ദർഭത്തിൽ ഒപ്പമുള്ള പാനലിസ്റ്റും മാസാമാസം ശമ്പളം കൊടുക്കുന്ന നമ്മുടെ മുതലാളി ഉണ്ടല്ലോ, ആൻഡോ പറഞ്ഞൊരു വാചകം കൃത്യമായിട്ട് ഈ ക്ലാരിറ്റിയുള്ള മറുപടി എന്ന് പറയുന്നിടത്ത് ഈ സ്മൃതി പരുത്തിക്കാട് ഇന്നലെ മൊത്തത്തിൽ ചിതറിയിരിക്കുകയാണ്. കാര്യം ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഹീറോയെ പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറയുന്നു. പാർട്ടിക്കാർ തന്നെ നിലപാടിനെതിരെ രംഗത്ത് വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ശബ്ദത്തിലൊന്നും ഒരു ഇടർച്ചയും, മൊത്തത്തിൽ കാണാൻ തന്നെ വല്ലാത്തൊരു അസംതൃപ്തിയുള്ള മൈൻഡിലും മാനസികമായി എന്തോ വലിയ നഷ്ടം വന്ന പോലെയാണ് ഇന്നലെ ആ ഇതിൽ കണ്ടത്. ആ സന്ദർഭത്തിലാണ് ആൻഡോദെ ഈ കാര്യം കൂടി പറഞ്ഞത്. ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പത്രസമ്മേളനം വിളിച്ചു പറയും. അത് എല്ലാ കാലത്തും ഉള്ളതാണ് അല്ലേ? ഇപ്പോഴെന്താ സംഭവിച്ചത്? അന്ന് അങ്ങനെയല്ല പോരായിരുന്നത്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് ഘോരഘോരം പ്രസംഗിച്ച ആൾക്കാരാണ് ഇവര്.
അല്ലേ? എന്നിട്ട് ഇപ്പോൾ ബുധനാഴ്ചത്തേക്ക് കാത്തു നിൽക്കണം. ബുധനാഴ്ചയ്ക്ക് കാത്തു കഴിയുമ്പോൾ ഒരു സൈഡിലേക്ക് ചോദ്യം വരുവുള്ളൂ, ഈ സൈഡിലേക്ക് ചോദ്യം നിങ്ങളോട് മറുപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നു പറയുന്നത്. അതെങ്ങനെ ഒരു ആൾക്കാരുണ്ടോ? ഒരു മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് പത്രക്കാരോട് ചോദിക്കുന്നത്. പത്രക്കാരെല്ലാവരും ചോദിക്കുന്നത്, എല്ലാ പത്രക്കാരെയും നേരിട്ടത് അങ്ങനെയല്ലേ? ഞാൻ ഈ പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് TV പ്രസാദ് ശക്തമായി ചോദ്യം ചോദിച്ചിരുന്നു. ഒരു ദിവസം പോലും, ഞാൻ പറയുന്നത് നമ്മൾക്ക് തന്നെ ഇവിടുന്ന് ടെൻഷനായി. കാരണം എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുമോ എന്നുള്ളത് ഞാൻ തന്നെ പ്രസാദിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും പിണറായി വിജയൻ പിന്നെ ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല? കാരണം അദ്ദേഹം സീനിയറായ പിന്നെ മുഖ്യമന്ത്രിയായിട്ടും സീനിയറായ നേതാവായതുകൊണ്ട് സംസാരിക്കാമായിരുന്നല്ലോ അങ്ങനെ. പക്ഷെ ഇപ്പം എങ്ങനെയാണ്? ഇപ്പം അത് ഇഗ്നോർ ചെയ്യാണ്. ആ ചോദ്യത്തിന് മറുപടി പറയില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ അവഹേളിക്കുകയും ചെയ്യും. ഇവിടുന്ന് ചോദ്യത്തിന് വേണ്ടി ഇവരോട് പറയാണ് നിങ്ങൾ ചോദിക്കൂ എന്നുള്ളത്. അപ്പോൾ ഇത് ഏത് ശൈലിയാ? അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാം ഏത് സമയത്ത്? അധികാരത്തിൽ വരുന്ന സമയത്ത് എന്നുള്ളതാണ്. കേട്ടല്ലോ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യം. ഒരു സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് ഒരാളെങ്കിലും റിയാലിറ്റി പറയുന്നതിൽ, അത് ഇപ്പോൾ മാധ്യമപ്രവർത്തകനല്ല എങ്കിൽ പോലും ഒരു സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കാര്യം ഈ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്തായിരിക്കണം? എന്ത് കാര്യത്തിലും കള്ളം നല്ല ക്ലാരിറ്റിയോടുകൂടി കള്ളം പറയാൻ അറിയണം. അവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം ഒരു കലയാണ്, നുണ പറഞ്ഞ അവസരങ്ങൾ ഉണ്ടാക്കുന്നത് കലയാണെന്ന് പണ്ടത്തെ കുറേ മാപ്രകളുണ്ടല്ലോ. ഇന്നത്തെ സീനിയർ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന കുറേ താരങ്ങളുണ്ട്. അവരുടെയൊക്കെയാണ് അവസരങ്ങളുടെ കലയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇല്ലാത്തതുണ്ട് എന്ന് നാട്ടുകാരത്ത് പച്ച കള്ളം പറഞ്ഞ് ആ കള്ളത്തിലൂടെ നാട്ടുകാരെ പറ്റിച്ച് നേടുന്ന നേട്ടമാണെന്ന് പറയുന്നിടത്ത് ഇന്നും അതിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ളവരെ ഒരു സൈഡിൽ ഇരുത്തിക്കൊണ്ട് സതീശൻ ചോദ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ നിങ്ങളുടെ ചോദ്യത്തിന് ഇല്ല മറുപടി എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ക്ലാരിറ്റി? നാട്ടുകാർക്ക് കൂടി ചിന്തിച്ചൂടെ? സ്വന്തം ചാനലിലുള്ള വ്യക്തി തന്നെ അത് തിരുത്തി പറഞ്ഞ രംഗം, അല്ലെങ്കിൽ അതിനെ തിരുത്തി കൊടുത്തപ്പോൾ എങ്ങനെയാണ് ഈ ഇല്ലാത്തത് ഉണ്ട് എന്ന് ചമച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരാണെന്ന ലേബലിൽ ചിലരെയൊക്കെ വെള്ള പൂശുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ?